ശുചിത്വ മിഷൻ്റെ പ്രോഗ്രാം ഓഫീസർ അമീർ ഷാ കൂടിയുണ്ട്. അമീർ ഷാ, ഇവിടെ മാലിന്യങ്ങൾ ഉണ്ടാകുമ്പോൾ, മാലിന്യങ്ങൾ കാണുമ്പോൾ അതെന്താണ് കൃത്യമായി ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച്, അത് സംസ്കരിക്കുന്നതിനെക്കുറിച്ച്, അതിന് എന്തൊക്കെ സംവിധാനങ്ങളുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനും ക്യാമ്പയിൻ ചെയ്യാനും സാധിക്കുന്ന ഒരു സംവിധാനമാണ് ശുചിത്വ മിഷനൊക്കെ. നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നിട്ട് റെയിൽവേയോട് നിങ്ങൾ സംസാരിച്ചില്ലേ? റെയിൽവേക്ക് ഈ പറയുന്ന ആമയിഴഞ്ചാൻ തോട്ടിൽ ഇങ്ങനെ ഒരു അനാസ്ഥ കാണിക്കാൻ എങ്ങനെ സാധിച്ചു? ഇവിടെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം സംബന്ധിച്ച് പ്രധാനമായിട്ടും റെയിൽവേ സ്റ്റേഷനുകൾ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഏരിയയിലേക്ക് വരികയും അത് നദികളെയും അതുപോലെ തന്നെ മറ്റ് ജലസ്രോതസ്സുകളെയും നമ്മുടെ കരഭാഗങ്ങളെയും മലിനപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു പരാമർശം ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മേധാവിമാർ തന്നെ നേരിട്ട് റെയിൽവേ അധികൃതരെ മീറ്റിംഗിന് വിളിക്കുകയും ഒന്നിലധികം മീറ്റിങ്ങുകൾക്ക് വിളിക്കുകയും കൃത്യമായി ഈ വിഷയം ചർച്ച ചെയ്യുകയും മാലിന്യം എങ്ങനെ സംസ്കരിക്കണം എന്നുള്ളത് സംബന്ധിച്ച് ആ യോഗത്തിൽ പങ്കെടുത്ത ശുചിത്വ മിഷൻ ഉൾപ്പെടെയുള്ള ഏജൻസികൾ റെയിൽവേയെ അറിയിക്കുകയും അതിനോടൊപ്പം തന്നെ വിദഗ്ധ ഉപദേശം അവർക്ക് നൽകുകയും ചെയ്തിട്ടുള്ളതാണ്. ഇത് കഴിഞ്ഞിട്ട് ഏകദേശം 2-3 മാസത്തോളം കഴിഞ്ഞിരിക്കുന്നു. അത്രയും കാലയളവ് ആയിട്ട് പോലും ഒരു സമഗ്രമായ പരിപാടി തയ്യാറാക്കിക്കൊണ്ട് റെയിൽവേയിൽ ഉണ്ടാകുന്ന മാലിന്യത്തെ സംസ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ ദുരന്തത്തിലേക്ക് നമ്മെ നയിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രധാനമായും ആമയിഴഞ്ചാൻ തോട് റെയിൽവേ ഏരിയയിൽ കൂടെ കടന്നു പോകുമ്പോൾ റെയിൽവേയിൽ നിന്നുണ്ടാകുന്ന മാലിന്യം അവിടെ വീഴാതെ കാത്തു സൂക്ഷിക്കേണ്ടുന്ന ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും റെയിൽവേക്കാണ്. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് വിവിധ ഏജൻസികളെ കരാറെടുത്തുകൊണ്ടായിരിക്കും മാലിന്യ സംസ്കരണം നടത്തുന്നത്. ഇത് കൃത്യമായ ഒരു രേഖ പുറത്തുവിടുന്ന ഒരു പതിവോ അതല്ലെങ്കിൽ അധികൃതരെ അറിയിക്കുന്ന ഒരു പതിവോ അതല്ലെങ്കിൽ നഗരസഭയും ശുചിത്വ മിഷനും പോലെയുള്ള ഏജൻസികളുമായി കൂട്ടായി ചർച്ച ചെയ്തുകൊണ്ട് ഒരു സമീപനത്തിലേക്ക് എത്തുന്ന രീതിയോ കാണുന്നില്ല. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാകുന്നത് അംഗീകാരമില്ലാത്ത ഏജൻസികൾ ടെൻഡറുകളിൽ പങ്കെടുക്കുകയും അവര് റെയിൽവേയിൽ ഉണ്ടാകുന്ന വളരെ ഭീമമായ മാലിന്യം, ഭീമമായ അളവിലുള്ള ജൈവവും അജൈവവും ഉൾപ്പെടെയുള്ള അഴുകുന്നതും അഴുകാത്തതുമായ മാലിന്യങ്ങൾ അവർ ശേഖരിക്കുകയും റെയിൽവേ ഏരിയയ്ക്ക് പുറത്തുള്ള പ്രദേശങ്ങളിലേക്ക് കൊണ്ടുവന്ന് അശാസ്ത്രീയമായി അവ നിക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യമാണ്, വളരെ ഗുരുതരമായ ഒരു കാര്യമാണ് പറയുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ ഒക്കെ ഉണ്ടാകുന്നത് ഒരു ചെറിയ ക്വാണ്ടിറ്റി മാലിന്യമൊന്നുമല്ല, വലിയ രീതിയിലുള്ള പല വെറൈറ്റി ഓഫ് മാലിന്യങ്ങൾ തന്നെ അവിടെ ആ സ്റ്റേഷനുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് അവിടെ നിന്ന് എടുത്തു മാറ്റുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങളെപ്പോലുള്ള ഒരു മിഷന് പോലും അത് അറിയാനുള്ള ഒരു സന്ദർഭം വളരെ പരിമിതമാണ്. നിങ്ങൾ അവരുമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ടെന്ന് ഇപ്പോൾ അമീർ ഷാ പറയുന്നത് കേൾക്കുമ്പോൾ എന്തോ ഒരു തരത്തിൽ അവിടെ പോയി നിന്ന് കൊടുക്കുന്നൊരവസ്ഥ, അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർ ചെയ്യും എന്നൊക്കെ തോന്നുന്നത് പോലെയുണ്ട് പറയുന്നത് കേട്ടപ്പോൾ. അതിലെന്തെങ്കിലും ഒരു പരിമിതി ഉണ്ടോ അവിടെ? അല്ല, ഇതിൽ പരിമിതിയില്ല. കാരണം കൃത്യമായ റെയിൽവേ അധികൃതർക്ക്, അതായത് അവിടെ രൂപപ്പെടുന്ന മാലിന്യം എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്ലാസ്റ്റിക് ഉണ്ട്, ടോയ്ലറ്റിൽ ഉണ്ടാകുന്ന സാനിറ്ററി മാലിന്യമുണ്ട്, അവിടുത്തെ ക്യാൻറ്റീനിൽ മറ്റും ഉണ്ടാകുന്ന മാലിന്യമുണ്ട്. അപ്പൊ ഇത് ശേഖരിക്കുന്നതിന് കൃത്യമായ സംവിധാനം ശുചിത്വ മിഷനും സംസ്ഥാന സർക്കാരിനുമുണ്ട്. ക്ലീൻ കേരള കമ്പനി എന്ന പേരിൽ ഒരു കമ്പനി തന്നെ അജൈവ പാഴ്വസ്തുക്കൾ ശേഖരിച്ച് റീസൈക്ലിങ്ങിന് കൊടുക്കുന്നതിന് വേണ്ടി സംസ്ഥാനത്തുണ്ട്. അപ്പൊ ഇത്തരം ഏജൻസികളുമായി കരാർ ഏർപ്പെട്ടിരിക്കുന്ന അംഗീകൃത ഏജൻസികൾ മുഖേന മാത്രമേ ഇത് കൈമാറ്റം ചെയ്യാൻ പാടുള്ളൂ എന്ന് നിരന്തരമായി അവരെ ബോധ്യപ്പെടുത്തുന്ന സാഹചര്യത്തിൽ അവരത് ചെയ്യേണ്ടതല്ലേ? അത് ചെയ്യാത്ത സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് നഗരസഭ നിയമപരമായി അവർക്ക് നോട്ടീസ് കൊടുത്തിട്ടുള്ളത്. കഴിഞ്ഞ ജൂൺ മാസം നഗരസഭ കൃത്യമായി അവർക്ക് നോട്ടീസ് കൊടുത്തു. അവിടുത്തെ മാലിന്യം സംസ്കരിക്കുന്നത് സംബന്ധിച്ച് ശാസ്ത്രീയമായ സംവിധാനത്തിലേക്ക് വരേണ്ടതുണ്ട്, തോടുകൾ ക്ലീൻ പ്രത്യേകമായിട്ട് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്തരം സംവിധാനങ്ങളും ഇത്തരം അതോറിറ്റികളും നിരന്തരമായി റെയിൽവേക്ക് ഇത്തരം നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടും അതിലേക്ക് ഒരു സംയുക്ത ചർച്ച നടത്തി ഒരു കർമ്മപരിപാടി ഉണ്ടാക്കി ശാസ്ത്രീയമായ സംസ്കരണ സംവിധാനങ്ങൾ ഉണ്ടാക്കി പോകുന്നതിൽ അപാകത ഉണ്ടെന്ന്. അതായത് ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭ ഇപ്പോൾ ഒരു നോട്ടീസ് കൊടുത്തു, ഇപ്പോൾ കഴിഞ്ഞ മാസത്തിൽ 19-ാം തീയതി ജൂൺ മാസം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ കൊടുത്ത ഒരു നോട്ടീസിന് 7 ദിവസം കഴിഞ്ഞിട്ടല്ല, ഒരു 17 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ എന്തെങ്കിലും ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അവിടെ ഒരു 2-3 പേരെ ഏൽപ്പിച്ചു, ഒരു കോൺട്രാക്ടറെ ഏൽപ്പിച്ചു, ഒരു കരാറുകാരനെ ഏൽപ്പിച്ചു എന്നുള്ളതല്ലാതെ അതിനകത്ത് കൃത്യമായ ശാസ്ത്രീയമായ രീതിയിൽ ആ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് അംഗീകൃതമായ ഏജൻസിയെ ഏൽപ്പിക്കാനുള്ള ഒരു പരിപാടിയും നടന്നതായി കാണുന്നില്ല അമീർ ഷാ.